ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ബാലരവിദ്യുതിബിന്ദു കിരീടാം തുംഗഭുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യോമി. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയപരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമി. ജ്വാലാകരാളമത്യുഗ്രം ന ശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായൈ നമ. ഓം നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമ ശിവായ. ഓം നമ ശിവായ നമ. ഓം നമ ശിവായ. ശിവായൈ നമ. ഓം നമ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. പരമഹംസന്മാരുടെ പരമ്പരയിൽപ്പെട്ട് ശ്രീമദ് ഭാഗവതത്തിൽ നാം ആദ്യം കാണുന്ന പരമഹംസം, പരമഹംസര്, ജ്ഞാനത്തിൻ്റെ എല്ലാം തന്നെ വിളമ്പിത്തരുന്ന അത്യുത്കൃഷ്ടമായിരിക്കുന്ന അവതാരസ്വരൂപം കപിലവാസുദേവൻ. അദ്ദേഹം അമ്മ ദേവഹൂതിക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ഓരോരോ അധ്യായങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തുടക്കത്തിൽ നമ്മെ എല്ലാവരെയും ബന്ധിച്ച സാധനം, നമ്മെ എല്ലാവരെയും ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുത്തിയ സാധനം മനസ്സാണ്. മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ എന്നുള്ള രീതിയിൽ മനസ്സിനെ മെരുക്കിയെടുക്കുകയും കരുപ്പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദീക്ഷാ സമ്പ്രദായം, ഒരു സാധനാ സമ്പ്രദായം, അതല്ലാതെ മുക്തിക്ക് മറ്റൊരു മാർഗമില്ല എന്ന് ഉറപ്പിക്കുകയാണ്. ശ്രദ്ധിക്കൂ, 25-ാമത്തെ അധ്യായത്തിൽ മനസ്സുതാൻ ബന്ധമോക്ഷഹേതു എന്നത് നിശ്ചയം, ബന്ധഹേതു ഗുണാസക്തി, മോക്ഷം ഈശ്വരശക്തിയും. രണ്ട് തരത്തിലുള്ള മനസ്സിൻ്റെ ഗമനം. ഒന്ന്, മനസ്സ് എങ്ങോട്ടേക്കാണ്, ആരുടെ നേർക്കാണ് പോകുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന ബന്ധവും മോക്ഷവും. ബന്ധം എന്തിലൂടെ, മോക്ഷം ഏതിലൂടെ എന്ന് വ്യക്തമായിട്ട് പറയുന്നു. മനസ്സ് തന്നെയാണ് ഇതിന് കാരണം. ഗുണാസക്തി മൂലമുണ്ടാകുന്ന, രജഗുണമായാലും സാത്വികഗുണമായാലും താമസഗുണമായാലും, ആ ഗുണങ്ങളോടുണ്ടാകുന്ന ആസക്തി മൂലം ബന്ധമുണ്ടാകുന്നു. പക്ഷേ ഈശ്വരനോട് ആർക്കാണോ വാസ്തവത്തിൽ ആസക്തി വരുന്നത്, അത് മോക്ഷത്തിന് ഹേതു എന്ന്. അപ്പോൾ മോക്ഷത്തിന് ഹേതുവായിരിക്കുന്ന ഭക്തിയെ എപ്രകാരമാണോ മേൽപ്പത്തൂർ തൻ്റെ 8 ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിച്ച് നമുക്ക് കിട്ടുന്നത്, അതേപോലെ തന്നെ തുടക്കത്തിൽ ഇവിടെ പറയുന്നത് ഈശ്വരഭക്തിയുടെ അനിവാര്യത. മനസ്സ് എപ്പോഴും ഈശ്വരൽ ചെന്ന് തറയ്ക്കുക, അതിലൂടെ നമ്മൾ മോക്ഷപ്രാപ്തി, അനാസക്തമായിട്ടുള്ള ഭാവത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരുമ്പോൾ പ്രപഞ്ചവുമായിട്ട് എല്ലാ തരത്തിലുള്ള വേർപാട് നമുക്ക് സാധിക്കാൻ കഴിയുമ്പോൾ കിട്ടുന്ന മോക്ഷം. വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ വിഷയം പലവട്ടം നമ്മൾ ചിന്തിച്ചാലേ ഉറപ്പിക്കാൻ കഴിയൂ. യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വരനുമായിട്ടാണ്, വിയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഈശ്വരനുമായിട്ടുള്ള വേർപാടാണ്. ഈശ്വരനുമായിട്ട് വേർപെട്ട് പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ജീവൻ വീണ്ടും ഈശ്വരനുമായിട്ട് യോഗാവസ്ഥയെ പ്രാപിക്കുമ്പോൾ കിട്ടുന്ന മോക്ഷം, അതിനെന്തു വേണം?
പ്രപഞ്ചത്തോടുള്ള ആസക്തിയെല്ലാം തന്നെ വിടണം. ഇവിടെ പറയുന്നു ജ്ഞാനാ വൈരാഗ്യ സംയുക്തം, ജ്ഞാനവൈരാഗ്യ സംയുക്തം ഭക്തിയോഗത്തിനാൽ പുമാൻ കാൺമോ നിർഭേദം അപരിച്ഛിന്നം ബ്രഹ്മം പരാൽപരം. വളരെ വ്യക്തമായിട്ടുള്ള ഭാഷയിൽ കപിലവാസുദേവൻ അമ്മയോട് പറയുകയാണ്, ജ്ഞാനവൈരാഗ്യ സംയുക്തം ഭക്തി യോഗത്തിനാൽ പുമാൻ. ഒന്നുകൂടി നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കണം. ഈ ഭാഗവത്തിൻ്റെ മഹിമയെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്ന വേളയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന യൗവനയുക്തയായിട്ടുള്ള ഭക്തിയെ പ്രതിപാദിച്ചുകൊണ്ടാണ് നാരദനിലൂടെ ഭാഗവതമെല്ലാം തന്നെ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞത്. ഭക്തി യൗവനയുക്തയായിട്ടുള്ള സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ മക്കൾ ജ്ഞാനവും വൈരാഗ്യങ്ങളും രണ്ടുപേരും ജീർണതയെ പ്രാപിച്ച് ഇരുവശവും മൃതപ്രായരായിട്ട് കിടക്കുന്നു. ഇതാണ് ഭക്തിയുടെ ദുഃഖം. ഇവിടെ വീണ്ടും വീണ്ടും എവിടെ എടുത്തു നോക്കിയാലും ഭാഗവത്തിലും മുക്കും മൂലയും എല്ലാം തന്നെ പരിശോധിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സംഗതി ഇതാണ്, ജ്ഞാനവൈരാഗ്യ സംയുക്തം ഭക്തിയോഗത്തിനാൽ പുമാൻ. അപ്പോൾ എല്ലാ തരത്തിലും ഭക്തി ഉണ്ടാകുമ്പോൾ അതിലൂടെ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായിരിക്കണം. ചത്തുചാരി കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളല്ല, ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളാണ് ആവശ്യമെന്ന് മഹാത്മ്യത്തിലൂടെ കാണുകയും ചെയ്യാം. എന്നിട്ട് എന്തു വേണം? നിർഭേദം അപരിച്ഛിന്നം ബ്രഹ്മം പരാൽപരം. അപ്പോഴാണ് ഈ പരാൽപരമായിരിക്കുന്ന പരമോന്നതമായിട്ടുള്ളൊരവസ്ഥയെ അലങ്കരിക്കുന്ന പരബ്രഹ്മത്തെ കാണാൻ നമുക്ക് സാധിക്കുക. അപ്പം ഇതെല്ലാം തന്നെ ഭക്തിയുടെ ആവശ്യകത, ജ്ഞാനവൈരാഗ്യത്തിൻ്റെയും ആവശ്യകത. എന്നിട്ട് വീണ്ടും ഇവിടെ പറയുകയാണ്, സൂക്ഷ്മം സ്വയം ജ്യോതിസ്സാകും കേവലാത്മാവിനത്തതാ കാണാം വിമുഖയായി ക്ഷീണയാകും പ്രകൃതിയെയുമേ. ആ ഒറ്റ ശ്ലോകത്തിൽ അടങ്ങാത്ത കാര്യങ്ങളില്ല, അതിലെല്ലാം തന്നെ അടക്കി. സൂക്ഷ്മം സ്വയം ജ്യോതിസ്സാകും കേവലാത്മാവിനത്തത. ഈ പ്രപഞ്ചത്തിൽ കേവലമായിട്ടുള്ള സംഗതി ആത്മാവ് മാത്രമാണ്. അതിൻ്റെ ആ അവസ്ഥയിലേക്ക് നമ്മൾ പ്രാപിക്കുന്നതാണ് കൈവല്യം. കേവലമായിരിക്കുന്ന ആത്മഭാവത്തെ ആര് സംശീകരിച്ച് ആ പദവിയിലേക്ക് എത്തുന്നുവോ അയാൾ വാസ്തവത്തിൽ കൈവല്യം എന്ന് പറയുന്ന പദവി അണയുന്നു. മനസ്സ് തന്നെയാണ് ആത്മാവ്. ആത്മാവ് മനസ്സായിട്ടും മനസ്സ് ആത്മാവായിട്ടും മാറുന്ന രീതിയെല്ലാം എഴുത്തച്ഛൻ പാടിയ മലയാള ഭാഗവത്തിലെ പ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഗുണകാമാത്മാവിനെ മാനസമെന്ന് ചൊല്ലൂ, ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ എന്നിങ്ങനെ അടിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള മനസ്സ്, അതിൽ കടന്നുകൂടിയിരിക്കുന്ന ഗുണകാമനകളെ എല്ലാം തന്നെ എടുത്തു കളഞ്ഞാൽ കിട്ടുന്ന, അതിൽ നിന്നെല്ലാം തന്നെ വിമുക്തമായിരിക്കുന്ന മനസ്സിൻ്റെ ഭാവം ആത്മഭാവമാണോ എന്ന്. അവിടെ വാസ്തവത്തിൽ ത്രിഗുണങ്ങളില്ല, അവിടെ ആഗ്രഹങ്ങളെ യാതൊന്നും അവശേഷിക്കുന്നില്ല. നിർമുക്തം നിത്യമുക്തം എന്ന് പറയുന്ന ആത്മഭാവത്തിലേക്ക് അത് കിടക്കുകയാണ്. മനസ്സിനെ മെരുക്കാൻ നിവൃത്തിയില്ല എന്ന് വളരെ വ്യക്തം. അപ്പോൾ എല്ലാ തരത്തിലും മനസ്സ് എന്ന് പറയുന്ന ആ ഉപാധിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിസൂക്ഷ്മമായിരിക്കുന്ന സ്വയം ജ്യോതിസാകുന്ന കേവലാത്മാവിനെ, നമ്മൾ ശരീരമല്ല എന്നുള്ള ബോധത്തെ, ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആത്മസ്വരൂപന്മാരാണ് നമ്മളെല്ലാവരും എന്നുള്ള യാഥാർത്ഥ്യത്തെ കാണാം. ആ സമയത്ത് ഈ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചു. വിമുഖയായി ക്ഷീണയാകും പ്രകൃതിയെയുമേ. വിമുഖയായും ക്ഷീണം ബാധിച്ചിട്ടുള്ള പ്രകൃതിയെയും കാണാമെന്ന്. ആരാ ക്ഷീണിക്കേണ്ടത്? പ്രകൃതി. ആരാണ് പോഷിക്കപ്പെടേണ്ടത്? ആത്മാ. അപ്പോൾ ശരീരമെന്ന് പറയുന്ന പ്രകൃതിയെ ശോഷിപ്പിച്ചുകൊണ്ട്, അതിനോട് വിമുഖത സമ്പാദിച്ചുകൊണ്ട്, വൈരാഗ്യം സമ്പാദിച്ചുകൊണ്ട്, വിമുക്തമാക്കിക്കൊണ്ട് ഏതൊരു മനസ്സാണോ ആത്മഭാവത്തിലേക്ക് നമ്മൾ പരിണമിപ്പിച്ചുകൊണ്ട് പോരുന്നത്, അതിലൂടെ കിട്ടുന്ന കേവലമായിരിക്കുന്ന ആത്മഭാവത്തിൻ്റെ അവസ്ഥ, അത് മുക്തി എന്നിവിടെ പറഞ്ഞു. അപ്പോൾ എല്ലാ തരത്തിലും മനസ്സ് എന്ന് പറയുന്നതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മനസ്സുകൊണ്ടുണ്ടാകുന്ന മമത, അഹന്ത ഇത്യാദി കാര്യങ്ങളെയെല്ലാം തന്നെ ശമിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തോടുണ്ടാകുന്ന ആ ആഭിമുഖ്യം ഇതെല്ലാം തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമയായി തീർന്നാൽ കിട്ടുന്ന മുക്തിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മോക്ഷം സർവാത്മാവായ ഹരിയിൽ ചേരും ഭക്തിക്ക് തുല്യമായി ബ്രഹ്മാപ്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മപ്രാപ്തി. ബ്രഹ്മാപ്തിക്കില്ല യോഗിക്ക് അന്യമാർഗം ശുഭപ്രദം. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് മോക്ഷം അടയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തു വേണം? സർവാത്മാവായ ഹരിയിൽ ചേരും ഭക്തി. ഭക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു പ്രത്യേക ഭാവമാണ്. സാധു അസ്മിൻ പരമപ്രേമരൂപ എന്നാണ് നിർവചനവും. അങ്ങനെ എല്ലാ തരത്തിലും ഹരി എന്ന് പറയുന്ന ആ പരമാത്മസ്വരൂപനോട്, ഈശ്വരനോട്
നമുക്ക് തോന്നുന്ന പ്രേമം, പരമമായിരിക്കുന്ന പ്രേമം, അതൊന്നു മാത്രമാണ് ഭക്തി. ആ ഭക്തിയിലൂടെ മാത്രമാണ് നമ്മൾ ബ്രഹ്മപ്രാപ്തി നമുക്ക് കിട്ടുന്നത്. വീണ്ടും നോക്കൂ, മനസ്സിൻ വിഷയാസക്തി ഭൂത മൈത്രിയും അണ്ടവൻ കാമാദിയറ്റോർ സത്തുക്കൾ ശാന്തർ സദ്ഗുണഭൂഷണർ ക്ഷമയും ദയയും സർവഭൂതമൈത്രിയും ആണ്ടവർ. അപ്പോൾ എല്ലാ ഭൂതങ്ങളോടും മൈത്രി ഒരേപോലെയുള്ള സമീപനമുള്ളവരും ക്ഷമ, ദയ ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളവരും, അതുപോലെ തന്നെ കാമാദി അറ്റവർ, കാമാദികളെല്ലാം തന്നെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന എല്ലാം ഇല്ലാതെയായിട്ടുള്ളവർ, സത്തുക്കൾ അവരെന്ത് ചെയ്യുന്നു? ശാന്തര്, സദ്ഗുണഭൂഷണർ, നല്ല എല്ലാ തരത്തിലും സഗുണമെല്ലാം സദ്ഗുണങ്ങളെല്ലാം തന്നെ കൈമുതലായിട്ടുള്ളവർ, ഏകഭാവത്തോട് എന്നിൽ തൻ സ്ഥിരഭക്തിയെ വയ്ക്കുവോ മതാർത്ഥം സ്വജനത്തെയും ത്യജിപ്പൂ സർവധർമ്മവും. എല്ലാത്തിനെയും ഉപേക്ഷിക്കാനുള്ള ആ തണ്ടും തൻ്റെ ഇടവും അയാൾക്ക് കിട്ടുന്നത് എന്നോട് തോന്നുന്ന അദമ്യമായിരിക്കുന്ന അനന്യമായിരിക്കുന്ന ഭക്തി മൂലമാണ്. അപ്പോൾ ഈശ്വരനോടുള്ള പ്രതിപത്തി, എന്തെന്നില്ലാത്തൊരാസക്തി ഈശ്വരൻ്റെ നേർക്ക്, നേരെ മറിച്ച് പ്രപഞ്ചത്തോടും ശരീരത്തോടും പ്രകൃതിയോടും എല്ലാം തന്നെ വിമുഖത, ഇതെല്ലാം തന്നെ സമ്പാദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മോക്ഷം സർവധർമ്മത്തെയും ത്യജിച്ചുകൊണ്ടാണ്. സർവധർമ്മൻ പരിത്യജ്യ മാമേകശരണം വ്രജ എന്ന് ഗീതാചാര്യൻ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ പറയാൻ കാരണം അതാണ്. ശരീരത്തെ പോറ്റുന്നു, ശരീരത്തെ ലാളിക്കുന്നു, ശരീരം ഇങ്ങനെ വച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ ഓരോരോ കർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്യുന്നു. ഇതിനെയെല്ലാം തന്നെ ത്യജിച്ചിട്ട് ആത്മധർമ്മത്തിലേക്ക് കടക്കുകയാണ്. ശരീരമെല്ലാം തന്നെ ജനിച്ച കാലം മുതൽ പേറിക്കൊണ്ടു കിടക്കുന്ന കാമാദികളായിട്ടുള്ള സകല വാസനകളെയും ത്യജിച്ച് എല്ലാ തരത്തിലും ആസക്തിയെല്ലാം തന്നെ അറ്റ വിരക്തന്മാരാകുമ്പോൾ കിട്ടുന്നൊരു ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഭാവം. സുശീലേ സജ്ജനം സർവസംഗവും വിട്ടുവാഴുവോർ സംപ്രാർത്ഥനീയം തത്സംഗം അന്യദോഷം ഹരിച്ചിടും. ഇതന്നെ ആ 8 ശ്ലോകങ്ങളിൽ നാരായണ ഭട്ടേരിപ്പാടും പാടി. സത്സംഗമാണ് എല്ലാത്തിനും ഹേതു. ഇവിടെ പറയുന്നു, നമ്മളെല്ലാവരും തന്നെ അനുസരിക്കേണ്ടത് സംഘം അന്യദോഷം ഹരിച്ചിടുന്നതായിട്ടുള്ള സംഘം, സർവസംഘവും വിട്ടുവാഴുവോർ. അതായത് സജ്ജനങ്ങൾ എപ്രകാരമാണോ മറ്റ് സംഘം അറ്റാച്ച്മെൻ്റ് എല്ലാം തന്നെ വിട്ടിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മഭാവത്തെ മാത്രം സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ അന്യദോഷങ്ങളെല്ലാം തന്നെ ഹരിക്കുന്ന ആ പദവിയിലേക്ക് എത്തുന്നു എന്ന്. അപ്പോൾ ദോഷത്തിന് ഹേതു എന്താ? ഈ പ്രപഞ്ചത്തോടുള്ള പ്രതിപത്തിയാണ്. ഈ ശരീരത്തോട് തോന്നുന്ന അദമ്യമായിരിക്കുന്ന പ്രേമമാണ്. അതെല്ലാം തന്നെ ഈശ്വരൻ്റെ നേർക്ക് തൊഴുത്തുവിട്ടാൽ നമുക്ക് കിട്ടുന്ന മുക്തയെ, അതാണ് വാസ്തവത്തിൽ ആവശ്യമെന്നിങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഈ കപിലവാസുദേവൻ. സത്തുക്കളൻ പ്രാഭവമോദി ഹൃത്തിനം ജപിക്കുമെന്നും പുതുതേൻ ചൊരിഞ്ഞിടും സസേവയാൽ മോക്ഷപദത്തിൽ ഇഷ്ടവും വിശ്വാസവും ഭക്തിയുമാശുജാതമാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാർഗമാണ് ഇവിടെ പറയുന്നത്. ചെറുപ്പത്തിലെ മുതൽ നമ്മൾ നല്ലവരുമായിട്ട് കൂട്ടുകൂടി അവരുടെ സംഭാഷണവും ഭാഷണവും അവരുടേതായിട്ടുള്ള അടുപ്പവും എല്ലാം തന്നെ വച്ചു പുലർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉരുത്തിരിയുന്നത് സദാചാരമാണ്. ഇന്നിപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾ അത്തരത്തിലൊരു മാർഗത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് എന്തെന്നില്ലാത്ത ദുഷ്കൃതങ്ങൾക്കെല്ലാം തന്നെ ഉടമകളായി ചെയ്തു കൂട്ടുന്ന ഈ പറയുന്ന പേക്കൂത്തുകൾക്കെല്ലാം തന്നെ യാതൊരു അറ്റവും അറുതിയുമില്ലാതെയായി കുറ്റങ്ങളെല്ലാം തന്നെ അധികം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കാരണം എന്താ? സത്തുക്കളായിട്ടുള്ളവരുമായിട്ടുള്ള സംഗമമില്ലാതെ പോയി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും പറയുന്ന സത്തുക്കളൻ പ്രാഭവമോദി ഹൃത്തിലും ചെവിക്കുമെന്നും പുതുതേൻ ചൊരിഞ്ഞിടും. സത്സംഗത്തിൻ്റെ മാഹാത്മ്യമാണ് ഇവിടെ വീണ്ടും ഇങ്ങനെ ഉറപ്പിക്കുന്നത്. തത്സേവയാൽ മോക്ഷപദത്തിൽ, ഈ മോക്ഷമെന്ന് പറയുന്ന മുക്തിയിൽ ഇഷ്ടവും വിശ്വാസവും ഭക്തിയും ആശു ജാതമാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ടായേ മതിയാവും. എപ്രകാരമാണ് മുക്തി എന്നുള്ളത് വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് പ്രപഞ്ചത്തോടുള്ള വിരക്തിയില്ലാതെ മുക്തന്മാരാകുകയില്ല. നമ്മളിവിടെ പിണഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് എല്ലാ തരത്തിലും ദുഷിച്ച ഒരവസ്ഥയല്ലാതെ ഏറ്റവും മോശമായിട്ടുള്ളൊരു കഷ്ടസ്ഥിതി അല്ലാതെ വേറെ യാതൊന്നും കിട്ടാനില്ല. നേരെ മറിച്ച് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്, എൻ ലീല, എൻ്റേതായിട്ടുള്ള ഈ പറഞ്ഞ ലീലകളെല്ലാം തന്നെ ഓർത്ത് ഉയർകൊണ്ട ഭക്തിയാൽ, അപ്പോൾ ഭഗവാന്റെ ഈശ്വരൻ്റെ ലീലകളെല്ലാം തന്നെ കേട്ട് മഹാത്മ്യമെല്ലാം തന്നെ ശ്രവിച്ച്
ഈശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഗുണ നിർഗുണ ഭാവങ്ങളെല്ലാം തന്നെ ജപിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥൂല സൂക്ഷ്മ ആ ഭാവങ്ങളിലൂടെ കടന്ന് ഈശ്വരനോട് തോന്നുന്ന അതിശക്തമായിരിക്കുന്ന ഭക്തിയുടെ പ്രഭാവം നിമിത്തം എന്തു ചെയ്യുന്നു? സമസ്തം ഭോഗേച്ഛയും അസ്തമിച്ചിടും. ഈ ഭോഗമെന്ന് പറഞ്ഞ പ്രകൃതിയോടും പ്രപഞ്ചത്തോടുമുള്ള താല്പര്യം വെച്ച് പുലർത്തുന്ന ഭോഗത്തിൻ്റെ പിന്നാലെ വരക്കം പായുന്ന ഒക്കെ ഇല്ലാതെയായിട്ട് വീണ്ടും പറയുന്നു, എളുപ്പമാം യോഗ വഴിക്ക് ചിത്ത സംനിയന്ത്രണത്തിനോടെന്ന് ശ്രമിച്ചിടും. അപ്പോൾ എല്ലാ തരത്തിലും ചിത്തത്തെ എല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഭോഗേച്ഛയെല്ലാം തന്നെ പോയിട്ട് യോഗ വഴിക്ക് ചിത്ത സംനിയന്ത്രണത്തിന് ചിത്തത്തെ എങ്ങനെ നമ്മക്കായിട്ട് നിയന്ത്രിക്കാം അതും വാസ്തവത്തിൽ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ വളരെ പാടുപെട്ട് പണിപ്പെട്ട് ജീവിതത്തെ ഇങ്ങനെ കരിപ്പിടിപ്പിക്കുന്നൊരു സമ്പ്രദായം സൂചിപ്പിക്കുകയാണ്. ചെറുപ്പത്തിലേ തന്നെ നമ്മൾ ഉപാസന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ളൊരു സാധനാ സമ്പ്രദായത്തിലേക്ക് കടന്നേ മതിയാവും. ഒന്നുകൂടി ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് 7-8 വയസ്സ് പ്രായമാകുമ്പോൾ എപ്രകാരമാണോ ഈശ്വരനോട് തോന്നുന്ന ഭക്തിയെല്ലാം തന്നെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് ഉതകുന്ന ഓരോരോ സംഗതികൾ ഉപദേശിച്ചു കൊടുത്ത് കൊച്ചുകുട്ടികളെ വളർത്തിക്കൊണ്ടുപോരുക. ഇസ്ലാമിക് സമ്പ്രദായത്തിലും ക്രൈസ്തവ സമ്പ്രദായത്തിലും എപ്രകാരമാണോ കാറ്റക്കിസം ക്ലാസ്സുകളും അല്ലെങ്കിൽ മദ്രസ ക്ലാസ്സുകളും അവരുടെ ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന അതേ രീതിയിൽ നമ്മളും സാധനാ സമ്പ്രദായത്തിലേക്ക് കൊച്ചുകുട്ടികളെ ആകർഷിച്ചു കൊണ്ടുവരണം. പണ്ട് നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ഈ ബ്രാഹ്മണന്മാരുടെ ഇടയിലാണ് എന്ന് പറഞ്ഞാൽ പോലും അത്തരത്തിലുണ്ടായിരുന്ന ഈ ഷോഡശ സംസ്കാരങ്ങളിലെ ഉപനയനാദിക്രിയകൾ മന്ത്രദീക്ഷയും അതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപാസനാ സമ്പ്രദായവും അതിവിടെ സൂചിപ്പിക്കുകയാണ്. ചെറുപ്പം മുതലേ സത്തുക്കളുമായിട്ട് സംഗമിച്ചുകൊണ്ട് അവർ പറയുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രവിച്ചുകൊണ്ട് മനസ്സിനെയെല്ലാം തന്നെ പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് ആ നിയന്ത്രണത്തിൽ ഇങ്ങനെ വളരെയേറെ ശ്രമവും ശ്രദ്ധയും വച്ച് പുലർത്തിക്കൊണ്ട് പ്രപഞ്ച സൗഖ്യങ്ങളിൽ നിന്നകന്ന് വൻവിരക്തിയും ജ്ഞാനവും ഉദ്ഭവിക്കവേ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചീകരിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ സംസാരം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ അതിലുണ്ടാകുന്ന സൗഖ്യങ്ങളിൽ നിന്ന് അകന്ന് വിരക്തനായിട്ട് വൻ വിരക്തിയും അതോടൊപ്പം തന്നെ ജ്ഞാനവും ഉദ്ഭവിക്കവേ യോഗം വഴിക്ക് ഉത്തമ ഭക്തിയൊത്ത് ജീവാത്മ ഐക്യബോധത്തോടും എന്നെ ആർന്നിടും. ഭാഗവത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം. അപ്പോൾ പരമാത്മാ ഐക്യം വിട്ടിട്ട് മറ്റൊന്നും ഭാഗവതം കാംക്ഷിക്കുന്നില്ല. ഒരു ജീവൻ കുടിയേറിപ്പാർത്തിരിക്കുന്ന ശരീരവും കൊണ്ട് കിടക്കുന്നൊരു വ്യക്തി നമ്മളെല്ലാവരും തന്നെ പ്രപഞ്ചത്തോട് ഉള്ള കെട്ടുപാടിൽപ്പെട്ടുകൊണ്ട് വളരെ ഏറെ നമ്മൾ ഭോഗലാലസന്മാരായിട്ട് മാറുമ്പോൾ കിട്ടാതെ പോകുന്നത് യോഗം എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഭോഗവും യോഗവും പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഭോഗമെല്ലാം തന്നെ യാദൃശ്ചിയാ നമ്മുടെ ശരീരം ഇങ്ങനെ ഉണ്ടായ കാലം മുതൽ നമ്മളിലുള്ളൊരു വാസന. അങ്ങനെ ഭോഗത്തോടുള്ള ആസക്തിയെല്ലാം തന്നെ വിട്ടിട്ട് യോഗമാർഗത്തിലേക്ക് കടന്ന് നമ്മൾ വാസ്തവത്തിൽ ഈ പറയുന്ന ജീവാത്മ ഐക്യബോധം എപ്രകാരമാണോ ജീവാത്മാവ് പരമാത്മാവിൽ ഇങ്ങനെ യോജിക്കുന്നത് അത്തരത്തിലുള്ള ഐക്യബോധം നമുക്കുണ്ടാകും. ഇതാണ് ആദ്യത്തെ പടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒന്നുകൂടി ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഓരോരുത്തരുടെയും ചെറുപ്പകാലം മുതലുള്ള ജീവിതചര്യ അത് നിയന്ത്രിച്ചുകൊണ്ട് ഭക്തിമാർഗത്തിലേക്ക് വന്നം, ഭക്തിമാർഗത്തിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉദിക്കും. അങ്ങനെ വരുമ്പോൾ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള അവസരം ഇങ്ങനെ ഒരുക്കി കിട്ടും. ഇതാണ് വാസ്തവത്തിൽ ലക്ഷ്യം. അത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് എല്ലാ തരത്തിലും ഈ പറയുന്ന കപിലഗീതയിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത്. വീണ്ടും പറയുകയാണ് ഭഗവാൻ, വേദോക്തം ആചരിപ്പോർതൻ, വേദം എന്താണോ പറഞ്ഞത് ആ രീതിയിൽ വൈദിക കർമ്മങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കുന്നവർ അവരുടെ, വീണ്ടും പറയുന്നു പാദഭക്തത, അവരുടെയെല്ലാം തന്നെ ഈ പരമജ്ഞാനം അതെല്ലാം തന്നെ അനുഭവിച്ചവർ അവരെ ഭഗവാങ്കൽ ഉറയ്ക്കുവോളം അത് നിഷ്കാമ ഭക്തിയായി. ആ ശ്ലോകം വളരെ ശ്രദ്ധിക്കേണ്ടത്. വേദോക്തം ആചരിപ്പോർതൻ, വേദോക്തം ആചരിപ്പോർതൻ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും ഭഗവാങ്കൽ ഉറയ്ക്കുമ്പോൾ അത് നിഷ്കാമ ഭക്തിയായി. ആ ശ്ലോകം വളരെയേറെ ഗംഭീരമാണ്.
വേദോക്തം ആചരിപ്പോർതൻ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും, നമ്മുടെ ശരീരത്തിലുള്ള കണ്ണ്, നാക്ക്, മൂക്ക് ഇങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം ഭഗവാങ്കൽ ഉറയ്ക്കുമ്പോൾ അത് നിഷ്കാമ ഭക്തിയായി. അപ്പോൾ എല്ലാ തരത്തിലും ഭഗവാങ്കൽ ഉറയ്ക്കുന്ന ഭക്തിയുടെ ആവശ്യകത വീണ്ടും പറയുന്നുണ്ട്. ഭക്തിയേക്കാൾ ശ്രേഷ്ഠമാം തദ്ഭക്തി, ഭക്തി അജ്ഞാനകോശവും, ഈ ഭക്തി എന്ന് പറഞ്ഞാൽ മുക്തിയേക്കാൾ, ഇവിടെ പറയുന്നത് മുക്തിയേക്കാൾ ശ്രേഷ്ഠമാം തദ്ഭക്തി അജ്ഞാനകോശവും അയക്നമായി ദഹിപ്പിച്ച് ഭുക്ത അന്നം ജഡരാഗ്നി പോൽ. അപ്പോൾ ഇവിടെ മുക്തി എന്ന് പറയുന്നതിനേക്കാൾ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കപിലവാസുദേവൻ പറയുന്നത് മുക്തിയേക്കാൾ ശ്രേഷ്ഠമാം തദ്ഭക്തി അജ്ഞാനകോശവും അയക്നമായി ദഹിപ്പിച്ച്, വളരെ പാടുപെട്ട് ദഹിപ്പിക്കേണ്ട അജ്ഞാനത്തിൻ്റെ കോശം, അറിവില്ലായ്മ എന്ന് പറയുന്ന ഇരുട്ടിൽ തപ്പിത്തടയുന്ന രീതിക്കെല്ലാം തന്നെ മാറ്റം വരാനായിട്ട് ഭക്തിയോഗം മതി. ആ അയക്നമായിട്ട് ഈ പറയുന്ന അജ്ഞാനത്തെ ദഹിപ്പിച്ച് ഭുക്താന്നം ജഡരാഗ്നി പോൽ, എപ്രകാരമാണോ നമ്മൾ ഭുജിച്ച ആഹാരപദാർത്ഥങ്ങളെയെല്ലാം തന്നെ ജഡരാഗ്നി, വയറ്റിലുള്ള അഗ്നി ദഹിപ്പിക്കുന്ന, അതുപോലെ ഈ പറയുന്ന ഭക്തി അജ്ഞാനം എന്ന് പറയുന്ന കോശത്തെ, അജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തെ വളരെയേറെ പ്രയത്നമൊന്നുമില്ലാതെ ദഹിപ്പിക്കുമെന്ന് ഭക്തിയോടെ ഊന്നി പറയുകയാണ്. അപ്പോൾ ഭക്തിയോഗം എന്ന് പറയുന്ന അനിവാര്യമായിട്ട് എല്ലാവരിലും ഉണ്ടാകേണ്ടത്, അത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണമെന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ട്, ഇഹവും പരവും സ്ഥൂല സൂക്ഷ്മ ദേഹാഭിമാനവും, ഇഹവും പരവും എന്ന് പറഞ്ഞാൽ രണ്ടവസ്ഥകളാണ് ഇവിടെയും അവിടെയും. ഇഹവും പരവും സ്ഥൂല സൂക്ഷ്മ ദേഹാഭിമാനവും, സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന രണ്ടവസ്ഥകളെയും, അങ്ങനെയുള്ള അഭിമാനത്തെയും ദേഹാഭിമാനത്തെയും, അതുപോലെ ഈ പറയുന്ന ധനവും ഗേഹവും, വീട് പണം എന്നുള്ള ചിന്താഗതികളും, അത് മറ്റ് നാൽക്കാലികൾ, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റ് മൃഗങ്ങളും നമ്മുടെ കൂടെയുള്ള അജീവജാലങ്ങളും എല്ലാം വെടിഞ്ഞ് വിശ്വാത്മാവാകുമെന്നെ ഏകാന്തഭക്തിയാൽ എന്നും ഓർപ്പോരെ ഞാൻ നൂനം സംസാരാബ്ധി കടത്തുവൻ. അത് രണ്ട് ശ്ലോകങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ വാസ്തവത്തിൽ എന്താണ് ഈ അവതാരത്തിൻ്റെ ഉദ്ദേശമെന്ന് കാണാം. ഇഹവും പരവും സ്ഥൂല സൂക്ഷ്മ ദേഹാഭിമാനവും, ദ്വന്ദ്വങ്ങളെന്ന് പറയുന്ന രണ്ടായിട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ സകലതിനെയും എന്തു വേണം? ധനവും ഗേഹവും മറ്റ് നാൽക്കാലികളെയും ശുഭേ വെടിഞ്ഞ്. പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു സംഗതിയായിട്ട് അല്ലെങ്കിൽ എളുപ്പമായിട്ടും തോന്നിയാൽ രണ്ടും തെറ്റാ. അപ്പോൾ എല്ലാ തരത്തിലും ഭക്തിയോഗത്തിലൂടെ കടന്ന് പതുക്കെ പതുക്കെ ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന സകല അനുഭവങ്ങളെയും സകല ദ്വന്ദ്വ ചിന്താഗതികളെയും എല്ലാത്തിനെയും ഇങ്ങനെ ഭേദിച്ചും വെടിഞ്ഞും എവിടെ ചെല്ലുന്നു? വിശ്വാത്മാവാകും എന്നെ ഏകാന്തഭക്തിയാൽ എന്നും ഓർപ്പോരെ ഞാൻ നൂനം സംസാരാബ്ധി കടത്തുവൻ. എപ്പോഴും ഈശ്വരഭക്തിയിൽ ഈശ്വരനിൽ തന്നെ ലയിച്ചിരിക്കുക. എന്നെ ഇവിടെയെല്ലാം തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വ്യാഖ്യാനം. എന്നെ അവിടെ ഭാഗവതത്തിൽ ഒരു ഞാനേ ഉള്ളൂ, അത് ഈശ്വരനാണ്. ആ ഒരു ഞാനേ ഉള്ളൂ, ആ ഈശ്വരൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ്റെ എപ്പോഴും ഞാൻ കോട്ട് ചെയ്ത് പറയുന്നത്, ഈശ്വരൻ പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശ്വരൻ്റെ കാരുണ്യത്തിൽ കേവലമൊന്നായി കണ്ടേൻ ഈ ഞാൻ. അപ്പോൾ ഏതൊരു ഞാനാണോ ഇത്തരത്തിൽ അതെല്ലാം തന്നെ കാണുന്നത്, വേറിട്ട് നിൽക്കുന്ന ഒരു ഈശ്വരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്നായി തീർന്ന്, ഏതൊരു ഈശ്വരൻ്റെ പ്രഭാവമാണോ ഈ പ്രപഞ്ചത്തിൽ അപ്പാടെ നമ്മൾ കാണുന്നത്, സ്ഥൂല പ്രപഞ്ചത്തിൽ കാണുന്ന ദേഹത്തിൻ്റെ ഭാവങ്ങൾ, ഇതെല്ലാം തന്നെ എഴുകിച്ചേർന്ന് ഒന്നായിട്ട് തീരുമ്പോൾ ഞാനൊന്നേ ഉള്ളൂ. ആ ഞാനെന്ന് പറയുന്ന എന്നോട് ഏകാന്ത ഭക്തിയാൽ ഈശ്വരനോട് എന്നും ഓർപ്പോലെ ഞാൻ നൂനം സംസാരാബ്ധി കടത്തുവൻ. ഇവിടെ ശക്തമായിട്ട് ഒരു ഭാഷയിലൂടെ എനിക്ക് പറയാൻ ആഗ്രഹം ഉദിക്കുന്നത്, നമ്മളെല്ലാവരും നമ്മൾ അന്തർഗതമായിട്ട് വർത്തിക്കുന്ന ഈശ്വരഭാവത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനാ സമ്പ്രദായങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധതലത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക അനുഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ സംസാരമില്ല എന്ന്. അപ്പോൾ എന്നിലേക്ക് അമർന്ന് ഞാൻ ആരെയെന്നുള്ള ബോധതലത്തിലേക്ക് കടന്ന് എല്ലാ തരത്തിലും ഈശ്വരനല്ലാതെ മറ്റ് യാതൊന്നും ഇല്ല എന്നുള്ള മട്ടിൽ എല്ലായിടത്തും എല്ലാവരിലും എല്ലായ്പ്പോഴും ആ ഈശ്വരനെ കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ, അതാണ് വാസ്തവത്തിൽ പിന്നെ ഈ സംസാരാബ്ധിയിലേക്ക് വരാതിരിക്കാൻ കാരണമായി തീരുന്നത്. വീണ്ടും ജനിക്കാതിരിക്കാം. അപ്പോൾ ജനിക്കുക മരിക്കുക എന്ന് പറയുന്ന ഈ സംസാരത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് നമ്മളെല്ലാവരും തന്നെ ഞാനാകുന്ന ഈശ്വരനിലേക്ക് ലയിക്കുക. ഞാനാകുന്ന ഈശ്വരൻ,
അതുകൊണ്ടാണ് ഭാഗവതത്തിൽ തുടക്കത്തിൽ പ്രഥമസ്കന്ധത്തിൽ തന്നെ ഞാനാകുന്ന ഈശ്വരനെ ദൃഷ്ടം ഏവാത്മനീശ്വരെ, ഞാനാകുന്ന ഈശ്വരനെ കണ്ടാൽ പിന്നെ ഹൃദയഗ്രന്ഥികളിലൊക്കെ പൊട്ടി സംശയങ്ങളെല്ലാം തന്നെ ഛിന്ന ഭിന്നമായി. അപ്പോൾ ഈ പറയുന്നത് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസ്യകർമാണി എന്നെല്ലാം പറയുന്ന രീതിയിൽ എല്ലാം കെട്ടടങ്ങിയിട്ട് ബാക്കി ഒന്നും അവശേഷിക്കാത്ത രീതിയിൽ മുക്തിയുടെ പദത്തിലേക്ക്. കാരണം എന്താ? ഞാൻ കണ്ടു, എന്നെ കണ്ടു, ഈശ്വരനെ കണ്ടു, ഈശ്വരൻ എന്ന് പറയുന്ന എന്നെ കണ്ടു, ഞാനെന്ന് പറയുന്ന ഈശ്വരനെ കണ്ടു എന്നുള്ള ആ ഭാവം ഭാഗവതത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു ഭാവമാണ്. അത് ഇവിടെയും വാസ്തവത്തിൽ എവിടെ ഞാനെന്ന് പറയുന്നു അവിടെയെല്ലാം തന്നെ ഇത് നമ്മൾ കൂട്ടിച്ചേർത്തേ മതിയാവൂ. പറയുന്നത് എല്ലാത്തിനെയും വെടിഞ്ഞ് വിശ്വാത്മാവാകും എന്നെ ഏകാന്തഭക്തിയാൽ എന്നും ഓർപ്പോലെ. വിശ്വാത്മാവ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ ആത്മസ്വരൂപനായിരിക്കുന്ന എന്നെ ആരാണോ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് അയാൾ സംസാരാധി കടക്കും. അവിടെ കടത്തുന്ന ഈശ്വരൻ വേറെ എന്നുള്ള ചിന്ത വേണ്ട എന്ന്. ഇവിടെയെല്ലാം തന്നെ ദ്വൈതം എന്ന് പറയുന്ന ഭാവം വിട്ടിട്ട് അദ്വൈത അനുഭൂതിയുടെ പരമകാഷ്ഠയിൽ നമുക്കുണ്ടാകുന്ന സംസാരമൊക്കതിയാണ് സൂചിപ്പിക്കുന്നത്. ഭൂതങ്ങൾക്കൊക്കെയും ജീവൻ പ്രധാന പുരുഷേശ്വരൻ ഭഗവാൻ ഞാൻ ഒഴിഞ്ഞ് അന്യ അഭയസ്ഥാനമെന്തുവാൻ. ആ ചോദ്യത്തിലെല്ലാം അടങ്ങി. ഭൂതങ്ങൾക്കൊക്കെയും ജീവൻ പ്രധാന പുരുഷേശ്വരൻ. അപ്പോൾ എല്ലാ ഭൂത അന്തര്യാമിയായിട്ട് വർത്തിക്കുന്ന ജീവൻ പ്രധാന പുരുഷൻ ഈശ്വരൻ തന്നെ എന്ന് വന്നാൽ ഭൂതങ്ങൾക്കൊക്കെയും ജീവൻ പ്രധാന പുരുഷേശ്വരൻ ഭഗവാൻ ഞാനൊഴിഞ്ഞ് അന്യൻ അഭയസ്ഥാനമെന്തുവാൻ. ഞാനൊഴിഞ്ഞ് അന്യനായിട്ട് ആരുമില്ല എന്നുള്ള മട്ടിലേക്ക് വരുമ്പോൾ നല്ലപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുറപ്പിക്കണം. ഇത് ധ്യാനവേളയിൽ ഞാനെന്ന് പറയുന്ന മറ്റന്യനല്ല, ഞാനെന്ന് പറയുന്ന ഈശ്വരനാണ്. ഞാനെന്ന് പറയുന്ന ഈശ്വരൻ്റെ പ്രധാന ഭാവം പറഞ്ഞു എല്ലാത്തിൻ്റെയും ജീവനാണ്. സകല ഭൂതങ്ങളുടെയും ജീവനായിട്ടുള്ള പ്രധാന പുരുഷനായിരിക്കുന്ന ഞാൻ വേറെ ആരെയാണ് എന്നെ വിട്ടിട്ട് ആശ്രയിക്കാൻ, എന്നെ വിട്ടിട്ട് വേറെ ആശ്രയിക്കാനുള്ള സ്ഥാനമേത് എന്ന്. എന്നെ വിട്ടിട്ട് ചതുശ്ലോകി എന്ന് പറയുന്ന ഭാഗവതം ഇത്തരത്തിൽ നമ്മൾ മനനം ചെയ്താൽ അവിടെയും ഞാനെന്ന് പറയുന്ന ഈശ്വരൻ ഞാനാണെന്ന് പറയുന്ന ഈശ്വരനിലേക്ക് കടന്നു വരുമ്പോൾ കിട്ടുന്ന ആ ഭാഗവത രഹസ്യവും രസവും അതാണ് വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത്. ജ്ഞാനം വിരക്തിയും ചേർന്ന ഭക്തി, അത് വളരെ ഒന്നിച്ചുകൂടി ഉറപ്പിക്കുകയാണ്. ജ്ഞാനം വിരക്തിയും ചേർന്ന ഭക്തിയാൽ അകുതോ ഭയം, യാതൊരു ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും ഒപ്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. മൽപാദമൂലം മോക്ഷാർത്ഥം പ്രവേശിക്കുന്നു യോഗികൾ. ജ്ഞാനഭക്തി വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ ഭക്തിയോട് സന്തതികളായിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളോടൊപ്പം ഭക്തിയോ എവിടെയാണോ നൃത്തം ചെയ്യുന്നത് അവർ അവിടെ എത്തുന്നു. എവിടെ? ഈ പറയുന്ന എന്നിലെത്തുന്നു എന്ന് പറഞ്ഞാൽ അവനവനിലുള്ള ഈശ്വരഭാവത്തെ ആർജിക്കുന്നു, മുക്തരാകുന്നു എന്ന്. വളരെ രസകരമായിട്ടുള്ള പ്രയോഗങ്ങൾ. ഇത് അത്തരത്തിൽ തന്നെ നമ്മൾ വ്യാഖ്യാനിച്ചും പഠിച്ചും അല്ലെങ്കിൽ ശ്രവിച്ചും ശ്രദ്ധിച്ചും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വളരെ അവഗാഹമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ അകത്തേക്ക് കടന്നും വേണം മുന്നോട്ട് പോകാൻ. അവിടെയാണ് നമുക്ക് രക്ഷ. ജ്ഞാനം വിരക്തിയും ചേർന്ന ഭക്തിയാൽ അകുതോ ഭയം മൽപാദമൂലം മോക്ഷാർത്ഥം പ്രവേശിക്കുന്നു യോഗികൾ. തീവ്രമാം ഭക്തിയോഗത്താൽ എന്നിൽ ചിത്തമുറയ്ക്കൽ താൻ ഈ മന്നിൽ മോക്ഷ സുഖ സംപ്രാപ്തിക്കുള്ള ഏകസാധനം. അപ്പോൾ ഈ അധ്യായത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ടും പ്രതിപാദിക്കുന്ന മനസ്സ്, ആ മനസ്സിൽ ഉരുത്തിരിയേണ്ട ഭക്തി എന്ന് പറയുന്ന പ്രേമത്തിൻ്റെ വായ്പ്. ഏതൊരു പ്രേമമാണോ നമ്മളിൽ ഉണ്ടാകേണ്ടത് ഈശ്വരനെ ചൊല്ലി ആയിരിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിപാദനം. നമ്മൾ മനസ്സിൽ ഇങ്ങനെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യം പ്രാപഞ്ചികമായിട്ടുള്ള സുഖഭോഗങ്ങളുടെ നേർക്ക് തിരിച്ചുവിട്ടാൽ ഉണ്ടാകുന്ന നമ്മൾ ഈ സംസാരത്തിൻ്റേതായിട്ടുള്ള ഗതികെട്ടൊരവസ്ഥ അതെല്ലാം തന്നെ വിട്ടിട്ട് സംസാരത്തിലുള്ള മുക്തിക്ക് വേണ്ടിയിട്ട് മനസ്സിനെ നമ്മൾ അങ്ങോട്ടേക്ക് തൊടുത്തു വിടുക. എന്നിട്ട് ഈശ്വരൻ എന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷത്തെ മനസ്സുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ മനസ്സിനെ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അതിനെ മാറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതുതന്നെ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന മോക്ഷമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഭക്തി ഉണ്ടായാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ വേണമെന്നും ജ്ഞാനവൈരാഗ്യങ്ങൾ ഭക്തിയോടൊപ്പം ഇല്ല എങ്കിൽ ഗതികേടാണ് എന്നും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരുപോലെ ഇങ്ങനെ കടന്നു വന്നാൽ വിരക്തന്മാരായിട്ട് പ്രാപഞ്ചിക സുഖഭോഗങ്ങളെല്ലാം തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സ് വച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ സംസാരാബ്ധിയിൽ വീണ്ടും വീണ്ടും വീഴാതെ രക്ഷപ്പെടുന്നു എന്ന് ചുരുക്കം. അവിടെ നമുക്ക് ഒന്നുകൂടി അടിവരയിട്ട് പഠിക്കേണ്ടതും പറയേണ്ടത് ഇത്രമാത്രമാണ്. എത്ര ജ്ഞാന വിരാഗ ഭക്തി സുഹിതം
അപ്പോൾ എത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം, എത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം, ഇത് ഭാഗവത്തിൻ്റെ പ്രയോഗം. എത്ര ജ്ഞാനവിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം ആവിഷ്കൃതം. അപ്പോൾ നിഷ്കാമകർമ്മയോഗത്തിലേക്കും കർമ്മങ്ങളെല്ലാം തന്നെ അവശേഷിക്കാത്തൊരവസ്ഥയിലേക്കും ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും എല്ലാം തന്നെ കൈമുതലായിട്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത അതിവിടെ വളരെ ശക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളിലൂടെ കടന്നിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ തത്വങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദനം. തത്വങ്ങളെല്ലാം തന്നെ മായാജന്യമാണ്, മായയിൽ കടന്ന് അത്തരത്തിൽ കുളിക്കാനുള്ളതാണ്. അതെല്ലാം തന്നെ വിട്ടിട്ട് നമ്മൾ ഈ പറയുന്ന ഭൂമി മുതൽ ആകാശം വരേക്കുള്ള പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തെ അതിക്രമിച്ച് ആത്മതുല്യം അല്ലെങ്കിൽ ബ്രഹ്മതുല്യം നമ്മൾ പ്രണവത്തിലേക്ക് കടക്കുന്ന രീതി എല്ലാ തരത്തിലും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യം വ്യക്തമായി. പ്രണവമെന്ന് പറയുന്ന ഓങ്കാരത്തിൽ നിന്ന് ഉൽപ്പന്നമായിരിക്കുന്ന ആകാശത്തിലേക്ക് കടക്കാൻ ജനിച്ചു വീണ ജീവൻ ശരീരമെന്ന് പറയുന്ന ആ ഭൂമി തത്വത്തെ അതിക്രമിച്ച് മുകളിലേക്ക് ഇങ്ങനെ പോകണം. ഈ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പ്രയോഗിക്കുന്നതാണല്ലോ. മുകളിലേക്കും താഴത്തേക്കും അങ്ങനെ മുകളും താഴൊന്നും സത്യത്തിൽ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ തരത്തിലും മുകളിലേക്ക് എന്ന് പറയുന്ന ഒരു ആരോഹണം, ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് വെള്ളത്തിലേക്ക്, വെള്ളത്തിൽ നിന്ന് അഗ്നിയിലേക്ക്, അഗ്നിയിൽ നിന്ന് വായുവിലേക്ക്, വായുവിൽ നിന്ന് ആകാശത്തിലേക്ക് അട്ടിയിട്ട് വച്ചിരിക്കുന്ന പോലെ നമുക്കിങ്ങനെ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ്. അപ്പോൾ എല്ലാ തരത്തിലും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭൂമി എന്ന് പറയുന്ന ആ പഞ്ചഭൂതങ്ങളിൽ ജനിക്കാനിട കൊടുക്കുന്ന വേദി ശരീരം, അതിനെ നമ്മൾ കലക്കിയെടുക്കുക. കലക്കി വെള്ളത്തിൽ വേണ്ടേ കലക്കാൻ. അങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനെ ലയിപ്പിച്ചിട്ട് ആ ലായനി തിളപ്പിച്ച് അതിനെ വായുവിലേക്ക് ഇങ്ങനെ അതിനെ ബാഷ്പീകരിച്ച് കടത്തിവിടുക. എന്നിട്ട് ആകാശതലത്തിലേക്ക് ചെല്ലുക. പിന്നെ ആരായി ആകാശതലത്തിൽ ചെന്നാൽ അതിൻ്റെ ഗുണമായിരിക്കുന്ന ശബ്ദബ്രഹ്മത്തിലേക്കായി. ഇതെല്ലാം തന്നെ താത്വികമായിട്ടുള്ള വിശകലനമാണ്. പഞ്ചഭൂതങ്ങളിലൂടെ കടന്ന് മുകളിലേക്ക് കയറുക, പഞ്ചഭൂതങ്ങളിലൂടെ ഇറങ്ങി താഴത്തേക്ക് വരിക. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അതിൻ്റെ ഒരു ചെറിയ പതിപ്പായിരിക്കുന്ന ശരീരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സാധകന്മാരാകുക. സാധകന്മാരായിട്ട് ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ കടന്നു കയറുക. ഷഡ്ചക്രങ്ങളെ കടന്നു കയറുന്ന പോലെ, പഞ്ചകോശങ്ങളെ മുറിച്ചു കയറുന്ന പോലെ. ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില പടികളും ചില സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ ചില ക്രമീകരണങ്ങളോ ചട്ടങ്ങളോ ചിട്ടവട്ടങ്ങളോ ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കഴിച്ചു കൂട്ടുന്ന രീതിയാണ് പിന്നെ 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. എല്ലാം തന്നെ വാസ്തവത്തിൽ ഇവിടെയും നമ്മൾ കാണുന്നു. വളരെ രസകരമായിട്ടുള്ളൊരു പ്രയോഗം അത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നഭസ്യൻ ഗുണമാം ശബ്ദം ഗ്രഹിക്കോത കർണമാം, വായുവിൻ ഗുണമാം സ്പർശം ഗ്രഹിക്കോത ചർമ്മവും, തേജോ ഗുണവിശേഷത്തെ ഗ്രഹിക്കുന്നത് നേത്രമാം, അംഭോ ഗുണവിശേഷത്തെ ഗ്രഹിക്കുന്നത് ജിഹ്വയും, ഭൂവിൻ ഗുണവിശേഷത്തെ ഗ്രഹിച്ചിടുന്നു നാസിക. ഒന്നിൻ ഗുണം മറ്റൊന്നിനും കാണാം ചേർച്ച നിമിത്തമായതിനാൽ പൃഥ്വിയിൽ കാണാം മറ്റ് നാലിൻ്റെ ധർമ്മവും. അപ്പോൾ എല്ലാ തരത്തിലും ആകാശത്തിൽ നിന്നിങ്ങനെ ഉരുത്തിരിഞ്ഞ് പടിപടിയായിട്ട് ഇങ്ങനെ ജനിച്ചു വീണ ഈ ജീവൻ അല്ലെങ്കിൽ ജനിച്ചു വീണ ഈ ശരീരത്തെ ജനിപ്പിച്ച ജീവൻ പൃഥ്വി എന്ന് പറയുന്ന തത്വത്തിലേക്ക് കടന്നിട്ട് ഈ പഞ്ചഭൂതങ്ങളുടെ എല്ലാ ഗുണങ്ങളും ആസ്വദിക്കുകയാണ്. അവിടെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും എല്ലാം തന്നെ അനുഭവിക്കാനുള്ള ഇന്ദ്രിയങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ശരീരത്തെ സാധനയ്ക്ക് വിധേയമാക്കാൻ നിവൃത്തിയില്ല. എന്താ കാരണം? പ്രണവം എന്ന് പറയുന്ന ശബ്ദം അത് കേൾക്കാനുള്ള ഇന്ദ്രിയമായിരിക്കുന്ന ചെവി, അതിനെ നമ്മൾ ഒരു പ്രത്യേക ലക്ഷ്യബോധത്തോടുകൂടി കൈകാര്യം ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന വായു എന്ന് പറയുന്ന സ്പർശസുഖം അനുഭവിക്കാനുള്ളത് ത്വക്കെന്ന് പറയുന്ന ഈ പറയുന്ന അത്തരത്തിലുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങളിലൊന്നും അതിനുപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ശരീരം കൊണ്ട് തന്നെ എല്ലാം ചെയ്യണം. കണ്ണുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാണുന്ന രൂപങ്ങളെല്ലാം തന്നെ അഗ്നിയായതുകൊണ്ട് അതിൻ്റെ ഗുണം വാസ്തവത്തിൽ ഈ പറയുന്ന ദൃശ്യം, ശബ്ദസ്പർശം, രൂപം എന്ന് പറയുന്ന ഗുണത്തിലേക്ക് കടന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഈ കണ്ണും ചെവിയും അതുപോലെ തന്നെ ത്വക്കും വന്ന പോലെ മൂക്ക് കൊണ്ട് നമ്മൾ എല്ലാ തരത്തിലും സുഗന്ധമായാലും ദുർഗന്ധമായാലും അനുഭവിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ അറിയുന്നത് വാസ്തവത്തിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വായുവുമായിട്ട്, ജലവുമായിട്ട്, രസം നാക്ക്. അപ്പോൾ ഇതേ രീതിയിൽ ഗന്ധം എന്ന് പറയുന്ന മൂക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഓരോരോ അവയവങ്ങളെ കൊണ്ട് പഞ്ചഭൂതങ്ങളെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ശരീരം എന്ന് പറയുന്ന പിണ്ടാണ്ടം ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായിരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലൊരു മനുഷ്യജന്മം നമുക്ക് കിട്ടിയതിൻ്റെ ഉപയോഗം മറ്റൊന്നുമല്ല ഈ ബ്രഹ്മാണ്ടത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
ബ്രഹ്മാണ്ടമെന്ന് പറയുന്ന ഈ വിശ്വത്തെ മുഴുവൻ മനസ്സിലാക്കാൻ തക്ക ശേഷിയുള്ളൊരു മനുഷ്യ ശരീരം അത്തരത്തിൽ ഉണ്ടായത് തന്നെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് എന്ന് ചുരുക്കം. ഇത് നല്ലപോലെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യായത്തിൽ ഈ കപിലവാസുദേവൻ തത്വസംഖ്യകളും തത്വങ്ങളെപ്പറ്റിയെല്ലാം തന്നെ പ്രതിപാദിച്ചുകൊണ്ട് ആകാശാദി പഞ്ചഭൂതങ്ങളെയും അതിൽ നിന്നുണ്ടായ സൃഷ്ടിക്രമത്തെയും എല്ലാം തന്നെ നമ്മൾ ഇവിടെ വായിച്ചത്. അപ്പോൾ എല്ലാ തരത്തിലും ഈ ക്ഷേത്രജ്ഞനും ക്ഷേത്രവും, ക്ഷേത്രം എന്ന് പറയുന്ന ശരീരവും ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ഈശ്വരനെയും പറ്റി പറയുന്നുണ്ട്. ബ്രഹ്മാവും ബുദ്ധിയൊത്ത് ആശ്രയിച്ചാൻ ഹൃത്തിനെ രുദ്രനും അഹങ്കാരത്തിങ്കൽ വാണാൻ ഉണർന്നില്ല വിരാട് പുമാൻ എന്ന് പറയുന്നിടത്ത് ഓരോരോ ഈ പറഞ്ഞ മൂർത്തിഭേദങ്ങളെ ഓരോരോ സംഗതികളുടെ വക്താക്കളായിട്ടോ അല്ലെങ്കിൽ പ്രതീകങ്ങളായിട്ടോ വച്ചു. ചിത്തം എന്ന് പറയുന്നത് അന്ധക്കരണത്തിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും 4 ഭാഗങ്ങളാണ്. ഈ 4 ഭാഗങ്ങൾ കൂടിയതാണ് അന്ധക്കരണ ചതുഷ്ടയം. അന്ധക്കരണ ചതുഷ്ടയം എന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിൽ ചിത്തം എന്ന് പറയുന്നത് വാസുദേവൻ എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ആസ്ഥാനമാണ്. അഹങ്കാരം സംകർഷണൻ ബലരാമൻ്റേതാണ്. അനിരുദ്ധൻ എന്ന് പറയുന്ന പേരക്കിടാവ്, കൃഷ്ണൻ്റെ പേരക്കിടാവ് മനസ്സാണ്. അതുപോലെ ബുദ്ധി എന്ന് പറയുന്ന പ്രദ്യുമ്നനുമാണ്. അപ്പോൾ ഈ 4 വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ആ അവതാര സ്വരൂപങ്ങളെ വിവക്ഷിച്ചുകൊണ്ടാണ് ചതുർവ്യൂഹ സിദ്ധാന്തം കടന്നു വന്നത്. അതിൽ നമ്മൾ കാണുന്നത് എന്താ? ക്ഷേത്രജ്ഞനായിരിക്കുന്ന ചിത്തം വാസുദേവൻ, രുദ്രനായിരിക്കുന്ന അഹങ്കാരം, ചന്ദ്രനായിരിക്കുന്ന മനസ്സ്, ബ്രഹ്മാവായിരിക്കുന്ന ബുദ്ധി. നോക്കൂ എങ്ങനെയെല്ലാം തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്ന ഈ അധ്യായത്തിൽ. 26-ാമത്തെ അധ്യായത്തിൽ തത്വങ്ങളെ നിരൂപിച്ചുകൊണ്ട് എപ്രകാരമാണോ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും എന്ന് പറയുന്ന അന്ധക്കരണ ചതുഷ്ടയത്തെ, അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ ആയിരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ആ ഭാഗങ്ങളെയും പഞ്ചഭൂതങ്ങളുമായിട്ട് ഇങ്ങനെ സമന്വയിപ്പിച്ചുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന രീതിയിലേക്ക് ഉപദേശം കടന്നു പോകുന്നത്. ഇവിടെ നോക്കൂ, ഒന്നുകൂടി ഉറപ്പിക്കണം. ചിത്തത്തിൻ്റെ അധിപൻ വാസുദേവൻ, അഹങ്കാരത്തിൻ്റെ ആധിപത്യം സംഘർഷണന്, മനസ്സിൻ്റേതായിട്ടുള്ള എല്ലാത്തരം ആ ശക്തിയും ഇങ്ങനെ എല്ലാം തന്നെ അനിരുദ്ധെല്ലാം ബുദ്ധി എന്ന് പറയുന്ന പ്രദ്യുമ്നൻ്റേതുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചതുർവ്യൂഹം എന്ന് പറയുന്ന അന്ധക്കരണ ചതുഷ്ടയത്തെ, ചതുർവ്യൂഹത്തിൻ്റെ രൂപസ്വരൂപങ്ങളായിരിക്കുന്ന ഭഗവാന്റെ 4 ഭാഗങ്ങൾ വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, ചിത്തം, അഹങ്കാരം, മനസ്സ്, ബുദ്ധി എന്നുള്ള രീതിയിൽ. എന്നിട്ടതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് നോക്കൂ, ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരനാണ് ചിത്തത്തിൽ. അതുപോലെ രുദ്രൻ എന്ന് പറയുന്ന അഹങ്കാരമാണ്. രുദ്രൻ അവതാര സ്വരൂപമാണല്ലോ. രുദ്രൻ ഉണ്ടാകുന്ന ബ്രഹ്മാവിൻ്റെ നെറ്റിത്തടത്തിൽ നിന്നാണ് എന്ന് ഭാഗവത്തിൽ നമ്മൾ 3യ സ്കന്ധം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് വരാഹാവതാരത്തിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുകയും ചെയ്തു. രുദ്രൻ. ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സാണ്. അപ്പോൾ മനസ്സ് ചന്ദ്രൻ, ബ്രഹ്മാവ് ബുദ്ധി, അക്കൂട്ടത്തിൽ രുദ്രൻ അഹങ്കാരം, ക്ഷേത്രജ്ഞനായിരിക്കുന്ന വാസുദേവൻ ചിത്തം. ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഒരുക്കി മെരുക്കി എന്ന് പറയാൻ നമ്മളെ എല്ലാ തരത്തിലും സജ്ജീകരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ശരീരത്തെ വിട്ടിട്ട് മറ്റ് യാതൊന്നും നമുക്കില്ല. ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് നടക്കുന്ന എല്ലാ കോലാഹലങ്ങൾക്കും എന്താണ് മറുമരുന്ന് എന്ന് ചോദിച്ചാൽ ശരീരത്തെ ക്രമീകരിക്കുക, ശരീരത്തെ യോഗ്യമാക്കുക. മനസ്സ് എന്ന് പറയും, ഒന്നുകൂടി അതിനകത്തേക്ക് ശ്രദ്ധിക്കണം. മനസ്സ് എന്ന് പറയുന്നത് അനിരുദ്ധൻ്റേതാണ്. മനസ്സ് അത് ചന്ദ്രനാണ്. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന സ്വഭാവമാണ് ചന്ദ്രന്. അതിന് വൃത്തിക്ഷയങ്ങളുണ്ട്. 15 ദിവസക്കാലം ഇങ്ങനെ ക്ഷീണിച്ച് അമാവാസിയാകും. പിന്നെ 15 ദിവസക്കാലം കൊണ്ട് വർദ്ധിച്ച് പൗർണമിയാകും. അതാണ് ചന്ദ്രൻ. അപ്പോൾ മനസ്സിൻ്റെ സ്വഭാവം ചന്ദ്രനിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് അനിരുദ്ധൻ എന്ന് പറയുന്ന ചതുർവ്യൂഹത്തിലെ 4 ആ സ്വരൂപങ്ങളിൽ ഈശ്വരൻ്റെ അവതാര സ്വരൂപങ്ങളിൽ അനിരുദ്ധരെ ഇട്ട് തന്നു മനസ്സ്. അപ്പോൾ മനസ്സാകുന്ന അന്ധക്കരണ ചതുഷ്ടയത്തിലെ മനസ്സാകുന്ന അനിരുദ്ധനെ, ചന്ദ്രനെ, അതിനെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് ഉപാസന. ആ മനസ്സിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. മനസ്സിനെ മെരുക്കുക. ആ മനസ്സിനെയെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് കാമക്രോധാദികളെല്ലാം തന്നെ വിട്ടൊഴിഞ്ഞ മനസ്സിൻ്റെ ഉടമയാകുക. ആ മനസ്സുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കേന്ദ്രീകരിക്കുക ഭക്തിയോടുകൂടി ഈശ്വരനിൽ നമ്മുടെ മനസ്സിനെ. അപ്പോൾ നോക്കൂ ഒന്നുകൂടി. ചന്ദ്രൻ, അനിരുദ്ധൻ, മനസ്സ്. ബ്രഹ്മാവ്, പ്രദ്യുമ്നൻ, ബുദ്ധി. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് ആകുമ്പോൾ രജോഗുണപ്രധാനിയാണ്, പ്രദ്യുമ്നാണ്, ബുദ്ധിയാണ്. അപ്പോൾ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം, മനസ്സ് എന്ന് പറയുമ്പോൾ സോ ഡെലിക്കേറ്റ്, ബുദ്ധി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ദൃഢമാണ്. അങ്ങനെ ദൃഢമായിട്ടുള്ള ബുദ്ധിയെല്ലാം തന്നെ ബ്രഹ്മാവിനെ ചൊല്ലി, പ്രദ്യുമ്നെ ചൊല്ലി അതിനെയും നിയന്ത്രിച്ചിട്ട് രുദ്രൻ എന്ന് പറയുന്ന നെറ്റിത്തടത്തിൽ നിന്ന് അവതരിച്ച ആ നീൽലോഹിതൻ എന്ന് പറയുന്ന രുദ്രൻ അഹങ്കാരത്തിൻ്റെ പ്രതീകമായി, സംഘർഷണനായി.
വീണ്ടും ക്ഷേത്രജ്ഞനായിരിക്കുന്ന വാസുദേവൻ എവിടെയെന്ന് വെച്ചാൽ ചിത്തത്തിലാണ്. ഈ 4 പേരും കൂടാതെ പൂർണ്ണതയുണ്ടോ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്നതിൽ മനസ്സ്, ചലനാത്മകമായിരിക്കുന്ന മനസ്സ്, അത് മനനത്തിലേക്ക് കിടന്ന് മനനാകാരമാവുമ്പോഴല്ലേ അത് ചിത്തമാകുന്നുള്ളൂ, മറിയുകയാണ്. അങ്ങനെ ചിത്തമായി തീർന്നത് അവിടെ ദൃഢമായിട്ടുള്ള ആ വിചാരധാരയിലൂടെ ദൃഢത നമ്മൾ സമ്പാദിക്കുമ്പോഴല്ലേ ബുദ്ധിയാകുന്നുള്ളൂ. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഈഗോ അല്ലെങ്കിൽ ഞാനെന്ന ഭാവവുമാണ്. അപ്പോൾ ഇവിടെ ഈ അഹങ്കാരം എന്ന് പറയുന്നത് രുദ്രൻ്റേതാണ്, അത് സംഘർഷണൻ്റേതാണ്. സംഘർഷണൻ ഭഗവാന്റെ ജ്യേഷ്ഠൻ ബലരാമൻ. ചന്ദ്രൻ്റേതാണ് മനസ്സ്, അത് അനിരുദ്ധൻ എന്ന് പറയുന്ന ഭഗവാന്റെ സന്തതിയാണ്. ഭഗവാന്റെ സന്തതി എന്ന് പറയുന്ന പ്രദ്യുമ്നൻ ബ്രഹ്മാവിന് തുല്യമായിട്ട് ബുദ്ധിയുടെ ആധിപത്യമുണ്ട്. വാസുദേവൻ എന്ന് പറയുന്ന ക്ഷേത്രജ്ഞന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ചിത്തത്തിലാണ്. അപ്പോൾ ഇതൊരു താത്വികമായിട്ടുള്ള അന്വേഷണമാണ്. താത്വികമായിട്ടുള്ള ഈ അന്വേഷണത്തിലൂടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്നതിനെ വ്യത്യസ്ത ഭാവങ്ങൾ ഇങ്ങനെ ആരോപിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ 4 അവതാര സ്വരൂപങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം നാരദർക്ക് വാസ്തവത്തിൽ കിട്ടിയതും ഈ പറയുന്ന ചാതുർമാസ്യം അനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാർ കൊടുത്തതായിട്ടുള്ള മന്ത്രത്തിലും ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ. അപ്പോൾ അത്തരത്തിൽ 4 പേരെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് മറിഞ്ഞിട്ട് ധ്രുവന് ഈ പറയുന്ന നാരദർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും 4 കാണാം. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ. ആ 4 പേരെ ഇവിടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരമായിട്ട് പറഞ്ഞു. അന്ധക്കരണ ചതുഷ്ടയം. അക്കൂട്ടത്തിലാണ് അവരെ ബ്രഹ്മാവെന്നും ചന്ദ്രനെന്നും, മനസ്സിൻ്റെ ചന്ദ്രൻ, ബ്രഹ്മാവെന്ന് പറയുന്ന ബുദ്ധിയുടെ ആൾ, അഹങ്കാരത്തിൻ്റെ രുദ്രൻ, എന്നിട്ട് ചിത്തത്തിൻ്റെ ആധിപത്യം ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ഈശ്വരൻ വാസുദേവൻ. ഇത് നല്ലപോലെ ഒന്ന് അരക്കിട്ടുറപ്പിക്കാൻ നോക്കൂ. ഉപാസന അത്തരത്തിൽ കൊണ്ടുപോകണമെന്ന് ഈ സാഖ്യയോഗകർത്താവോ അല്ലെങ്കിൽ അതിൻ്റെ വക്താവോ ആയിരിക്കുന്ന കപിലവാസുദേവൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ശരീരത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ശരീരം ഈ ഉടൽ ഉണ്ടായത് ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിൽ നിന്നാണ്. ആ പ്രപഞ്ചത്തിൽ നിന്നുണ്ടായ ഈ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രകളൊക്കെ കൂടി 20-ഉം അതിൻ്റെ കൂടെ ഈ പറയുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 കൂടി കൂടിയപ്പോൾ ഉണ്ടായ ചതുർവിംശതി തത്വം, അത് പ്രപഞ്ചം, അത് ശരീരം. അതിലുള്ള ഈ 4 കൂട്ടം കാര്യങ്ങൾ ഒടുവിൽ വന്നത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിനെപ്പറ്റി വർണ്ണിക്കുന്നു നോക്കൂ. ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, മനസ്സാര ചന്ദ്രനാണ്. ആ മനസ്സ് ചന്ദ്രനാണെന്ന് പറഞ്ഞ മനസ്സ്, ബുദ്ധി എന്ന് പറയുന്ന ബ്രഹ്മാവാണെന്ന് പറഞ്ഞു. ചിത്തം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ പറയുന്ന ക്ഷേത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തെ രുദ്രനായിട്ടും പറഞ്ഞു. അവരെ 4 പേരെയും, അതായത് ബ്രഹ്മാവ്, ചന്ദ്രൻ, അത് കൂട്ടത്തിൽ ഈ പറയുന്ന ഏറ്റവും ശക്തനായിരിക്കുന്ന ക്ഷേത്രജ്ഞനായിരിക്കുന്ന ആൾ, ഇങ്ങനെ എല്ലാവരെ പറ്റിയും പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും നമ്മൾ കാണുന്നത് സംഘർഷണമൂർത്തിയായിട്ട് അഹങ്കാരത്തെ ബലരാമൻ, ചിത്തത്തെയെല്ലാം തന്നെ വാസുദേവനായിട്ട് ആധിപത്യം വാസുദേവൻ എന്ന് പറയുന്ന ക്ഷേത്രജ്ഞൻ, അത് ചിത്തം. അപ്പോൾ അതേ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ കാണുന്നത് എന്താ? ചിത്തത്തിൻ്റെ വാസുദേവനും അഹങ്കാരത്തിൻ്റെ സംഘർഷണനും മനസ്സിൻ്റെ അനിരുദ്ധനും അതുപോലെ ബുദ്ധിയുടെ പ്രദ്യുമ്നനും. ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ മന്ത്രവും ഇതും തമ്മിലുള്ള ബന്ധം. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ. 4 പേരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഈ മന്ത്രത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന 4 പ്രധാനപ്പെട്ട അവതാര സ്വരൂപങ്ങൾ 4 കൂടി ഉണ്ടാകുമ്പോൾ ചതുർവ്യൂഹം എന്ന് പറയുന്ന സിദ്ധാന്തത്തിലൂടെ പൂർണ്ണതയെ പ്രാപിക്കുന്ന ഈശ്വര സ്വരൂപം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന 4 കൂടി കൂടിച്ചേരണമെന്നുള്ള നിർബന്ധം. ആ 4 പേര് വാസ്തവത്തിൽ സംഘർഷണൻ, അതുപോലെ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ എന്ന് പറയുന്ന 4 രീതിയിൽ. അതുപോലെ ഈ പറഞ്ഞ ക്ഷേത്രജ്ഞനെ കഴിഞ്ഞ രുദ്രനും, ഈ ക്ഷേത്രജ്ഞനെ കഴിഞ്ഞ രുദ്രനും, പിന്നെ അതിനെ തുടർന്ന് ചന്ദ്രനും ബ്രഹ്മാവുമായിട്ട് ഈ പറഞ്ഞ 4 യോജിപ്പിച്ചുകൊണ്ട് ആ ധ്യാനക്രമത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു നോക്കൂ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ. മനസ്സിൻ്റെ ഓരോരോ ഘടകങ്ങളെയും ഭാവങ്ങളെയും ഒക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. അതിൻ്റെ എല്ലാം തന്നെ അവതാര സ്വരൂപങ്ങളായിരിക്കുന്ന ചിത്തത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന വാസുദേവനെയും അഹങ്കാരത്തിൻ്റെ ആ തത്വത്തിൻ്റെ മൂർത്തിയായിരിക്കുന്ന സംഘർഷണനെയും, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന അനിരുദ്ധൻ എന്ന് പറയുന്ന
ആ അനിരുദ്ധനെയും കണ്ടിട്ട് അത് ഈ പറയുന്ന മനസ്സിൻ്റേത്, അത് കഴിഞ്ഞ് ബുദ്ധിയുടേതായിട്ടുള്ള പ്രദ്യുമ്നെയും ഒക്കെ ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ടാണ് അതിസുന്ദരമായിരിക്കുന്ന ഈ പ്രയോഗങ്ങൾ നാം ഇവിടെ കാണുന്നത്. മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ധ്യാനം. മനസ്സ് മാത്രമല്ല, അവിടെ ഈ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും അതുപോലെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഏകോപിപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായപ്പോൾ ചെവി ഇവിടെ പ്രത്യക്ഷമായി ചെവിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്പർശം എന്ന് പറയുന്ന രണ്ടാമത്തെ ഗുണത്തോട് ബന്ധപ്പെട്ട് വായുവിനെ കാണുമ്പോൾ ത്വക്ക് എന്ന് പറയുന്ന ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിലൊന്നുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. മൂന്നാമത് നമ്മൾ കാണുന്ന ഈ ശബ്ദസ്പർശം കഴിഞ്ഞ രൂപത്തിലേക്ക് വരുമ്പോൾ അഗ്നിയായിട്ടുള്ള പഞ്ചഭൂതങ്ങളിലൊന്ന് ബന്ധപ്പെട്ട് കണ്ണുമായിട്ട്, തുടർന്ന് വീണ്ടും നമ്മൾ കാണുന്ന നാലാമതൊരെണ്ണം, അത് വാസ്തവത്തിൽ ഈ പറയുന്ന ശബ്ദസ്പർശം രൂപം രസമെന്ന് പറയുന്ന നാക്കിൻ്റേത് എന്ന് പറയുമ്പോൾ അത് ജലത്തിൻ്റേത്, പിന്നെ ഗന്ധമെന്ന് പറയുന്ന ഭൂമിയുടേത് മൂക്കിൻ്റേത്. ഇതെല്ലാം തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലേക്ക് കടന്ന് പഞ്ചഭൂതങ്ങൾക്കടിസ്ഥാനമായിരിക്കുന്ന പഞ്ച തന്മാത്രകൾ, അതിൽ ജനിച്ച പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, മൊത്തം 20. ആ 20നോട് ഘടിപ്പിച്ചുകൊണ്ട് മനസ്സ്, ബുദ്ധിയത്വം, അഹങ്കാരം, അതിൻ്റേതായുള്ള സ്വഭാവങ്ങളും സ്വരൂപങ്ങളും ഇതെല്ലാം തന്നെ വർണ്ണിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ശരീരത്തെ ഉപയോഗിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ളൊരു മാർഗത്തിലേക്കല്ലേ? ശരീരത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മാർഗം ഇവിടെ ഈ പറയുന്ന 26-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എടുത്ത് പറയുകയാണ് കപിലവാസുദേവൻ. ശരീരം വെറും നിസാരവൽക്കരിച്ചുകൊണ്ട്, അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് അതിനെ ഉപയോഗശൂന്യമാക്കരുതേ എന്ന്. അപ്പോൾ എല്ലാ തരത്തിലും ഇന്നത്തെ കുട്ടികളെല്ലാവരും തന്നെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കണ്ണടച്ചിങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ശബ്ദം പ്രണവം, അതിൽ നിന്നൊരുത്തിരിഞ്ഞ ആകാശം, അത് കഴിഞ്ഞ് ഉടനെ തന്നെ സ്പർശം, തൊടുക എന്ന് പറയുന്ന പ്രവൃത്തിക്ക് ആധാരമായിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ത്വക്ക്, ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വായു, അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ വരുന്ന ദൃശ്യമലകൾ കാണുന്ന കാഴ്ച രൂപം, അതിന് കാരണമായിരിക്കുന്ന അഗ്നി എന്ന് പറയുന്ന പഞ്ചഭൂതം, കാഴ്ചയ്ക്ക് ഹേതുവായിരിക്കുന്ന കണ്ണ്. ഇത്തരത്തിൽ പിന്നെ നാലാമത് നമ്മൾ വരുമ്പോൾ കാണുന്ന നമ്മളുടേതായിട്ടുള്ള അവയവങ്ങളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്ന്, രസത്തെയെല്ലാം തന്നെ ഗ്രഹിക്കാൻ തക്ക ശേഷിയുള്ള നാക്ക്, ജലത്തോട് ബന്ധപ്പെട്ടും അത്തരത്തിലെല്ലാം തന്നെ ഇങ്ങനെ ധ്യാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനടിസ്ഥാനമായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ കാണാം, അതിനടിസ്ഥാനമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയും പഞ്ചഭൂതങ്ങളെ ജനിപ്പിച്ച പഞ്ച തന്മാത്രകളെയും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടൊരു ധ്യാനത്തിലേക്ക് വന്ന് ഇതിനെയെല്ലാം തന്നെ ഉരുട്ടി യോജിപ്പിച്ച്, അതിനെയെല്ലാം തന്നെ സംഘടിപ്പിച്ച്, അതിനെയെല്ലാം തന്നെ ലയിപ്പിച്ച്, അതിനെയെല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുവന്ന് അതിനെയെല്ലാം തന്നെ ഉരുക്കി ചേർത്തുകൊണ്ട് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്നതിനെ 4 തട്ടിൽ നിർത്താതെ അതിനെയെല്ലാം തന്നെ നമ്മൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ വാസുദേവതത്വത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കടന്നു വന്നിരിക്കുകയല്ലേ, എല്ലാത്തിനെയും അതിനകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി ഘടിപ്പിച്ച് ആ വാസുദേവൻ എന്ന് പറയുന്ന സാക്ഷാത്കാരത്തിൻ്റെ അങ്ങേയറ്റത്തെ ആത്മഭാവത്തിലേക്ക് നമുക്കെത്താൻ കഴിയില്ലേ? കഴിയണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവത മന്ത്രങ്ങളിൽ അല്ലെങ്കിൽ ഭാഗവത മന്ത്രം എന്ന് പേര് കേട്ട ഓം നമോ ഭഗവതേ വാസുദേവായ, അവിടെയുള്ള ഈ വാസുദേവതത്വം അത് വാസ്തവത്തിൽ ചിത്തത്തിൻ്റെ അധിപതിയായിരിക്കുന്ന വാസുദേവൻ, അത് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു. ക്ഷേത്രജ്ഞനാരാ? ക്ഷേത്രം ശരീരമാണെങ്കിൽ ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന, ശരീരത്തിൽ കുടികൊള്ളുന്ന ഈശ്വരൻ തന്നെയല്ലേ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. അങ്ങനെയുള്ള ക്ഷേത്രജ്ഞനായിരിക്കുന്ന വാസുദേവൻ ചിത്തത്തിലിങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിത്തം മാത്രമല്ല, മറ്റ് അന്ധകരണത്തിൻ്റെ ഭാവങ്ങളെയെല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന എന്തെന്നില്ലാത്തൊരു മാറ്റം, അതിലൂടെയാണ് മോക്ഷം. അതുകൊണ്ടാണ് നമുക്ക് ആ അധ്യായത്തിൽ കുറേ അധികം കാര്യങ്ങൾ പിന്നാലെ കാണാൻ കഴിയുന്ന കൂട്ടത്തിലാണ് ബ്രഹ്മാവും ബുദ്ധി ഒത്ത് ആശ്രയിച്ചാൻ ഹൃത്തിനേ രുദ്രനും അഹങ്കാരത്തിങ്കൽ വാണാൻ ഉണർന്നില്ല വിരാട്പുമൻ ചേതസ്വരൂപൻ ക്ഷേത്രജ്ഞൻ ചിത്തത്തിങ്കൽ കടക്കവേ വിരാട്പുമാൻ എഴുന്നേറ്റാൻ സലിലത്തിങ്കൽ നിന്നുടൻ വിരാട് പുരുഷനുണ്ടായതും ആ വിരാട് പുരുഷൻ്റെ അന്ധകരണ ചതുഷ്ടയത്തിലുണ്ടായ ഈ ബ്രഹ്മാവ്, ചന്ദ്രൻ, അല്ലെങ്കിൽ ഈ പറയുന്നത് ബ്രഹ്മാവ്, ചന്ദ്രൻ, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നതെല്ലാം തന്നെ ഉണർന്നു വന്നപ്പോൾ പ്രാണേന്ദ്രിയ മനോബുദ്ധികൾക്കും സ്വസ്വബലത്തിനാൽ ആരെ കൂടാതെ ഉണർത്താനായി സാധിക്കില്ല ഒരു സുപ്തനെ. ആ ചൈതന്യം ജ്ഞാനഭക്തി വൈരാഗ്യങ്ങളോടും ശുഭേ യോഗപ്രവൃത്തയം ധിയാൽ വിവേചിച്ചറിയേണ്ടതാം. ഈ ഒടുവിലത്തെ ശ്ലോകം അപഗ്രഥിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞതെല്ലാം. എന്താ ചെയ്യേണ്ടത്? ആ ചൈതന്യം, ഏതൊരു ചൈതന്യമാണോ
നമ്മളിലുള്ളത്. അതാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ചൈതന്യം. ശരിക്കും വാസുദേവൻ എന്ന് പറയുന്ന ചൈതന്യം ചിത്തത്തിലുള്ളത്. പ്രാണേന്ദ്രിയ മനോബുദ്ധികൾക്കും സ്വസ്വബലത്തിനാൽ ആരെ കൂടാതെ ഉണർത്താനായി സാധിക്കില്ല. ഒരു സുപ്തനെ, ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തനെ ഉണർത്താനായിട്ട് ഈ ആരെ കൂടാതെ ഉണർത്താൻ പറ്റില്ല. ആ ആര്, അതാരാ? ആ ചൈതന്യം ജ്ഞാനഭക്തി വൈരാഗ്യങ്ങളുടെ ശുഭേ. അപ്പോൾ ഏതൊരു ചൈതന്യമാണോ അതാണ് വാസുദേവൻ, ഏതൊരു ചൈതന്യമാണോ അതാണ് ക്ഷേത്രജ്ഞൻ. അപ്പോൾ ക്ഷേത്രജ്ഞനെന്നും വാസുദേവനെന്നും പറയുന്ന ചിത്തത്തിൽ കുടികൊള്ളുമ്പോൾ അതിനെ ഉണർത്താൻ നിവൃത്തിയില്ല. അതിനെന്തു വേണം? ആ ചൈതന്യം ജ്ഞാനഭക്തി വൈരാഗ്യങ്ങളോടും ശുഭേ. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് പറയുന്ന 3 കൂട്ടം കാര്യങ്ങളെ കൊണ്ട് യോഗപ്രവൃത്തിയം ധീയാൽ വിവേചിച്ചറിയേണ്ടതാം. ബുദ്ധി കൊണ്ടതിനെ വിവേചിച്ചറിയണം. നിത്യാനിത്യം വിവേകം കൊണ്ടത് പഠിക്കണം. അല്ലെങ്കിൽ യോഗവൃത്തികളെ കൊണ്ട്, ഓരോ യോഗ സാധനകളെ കൊണ്ട് അവയെ മനസ്സിലാക്കണം. ഒന്നുകൂടി സംക്ഷിപ്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കടന്ന ജഡസ്വരൂപമായിട്ട് കടന്ന വിരാട് പുമാൻ അതിൻ്റെ അകത്ത് കൊള്ളുന്ന ചൈതന്യത്തെ, നമ്മുടെ ശരീരത്തെ ജഡമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുകൂടി കൊള്ളുന്ന ചൈതന്യത്തെ, ചിത്തത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന വാസുദേവനെയാണ്. അപ്പോൾ ഏതൊരു വാസുദേവനാണോ ചിത്തത്തിൻ്റെ ആധിപത്യം വഹിക്കുന്നത്, ചിത്തം കൂടാതെ മനസ്സുണ്ട് ചന്ദ്രനാണ്. അത് വാസ്തവത്തിൽ നമ്മളിവിടെ കണ്ട ആ വ്യത്യസ്ത രൂപഭേദങ്ങളും നാമഭേദങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ചന്ദ്രനായാലും ബ്രഹ്മാവായാലും രുദ്രനായാലും അതുപോലെ ഏറ്റവും ശക്തനായിരിക്കുന്ന ക്ഷേത്രജ്ഞനായാലും ആ ക്ഷേത്രജ്ഞനെന്ന് പറയുന്ന വാസുദേവനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും കലർന്ന ശക്തമായിരിക്കുന്നൊരു സാധനാക്രമത്തിലൂടെ തന്നെ നമ്മൾ നേട്ടങ്ങൾ കൈവരിക്കണമെന്നാണ് ഈ അധ്യായം പറയുന്നത്. ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും ആവശ്യം. അപ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ അതിൽ നിന്ന് ഉദിക്കണം. എന്താ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ചൈതന്യം ജ്ഞാനഭക്തി വൈരാഗ്യങ്ങളോടും ശുഭേ യോഗപ്രവൃത്തിയാം ധീയാൽ വിവേചിച്ചറിയേണ്ടതാം. ഒരു പ്രത്യേക വിവേകമുണ്ടാക്കിയെടുക്കുന്നതിന് ഇത് ആവശ്യമാണ്. ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും വച്ച് വളർത്തിക്കൊണ്ട് ആ ചൈതന്യത്തെ ഉണർത്തണം. ആ ചൈതന്യത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് പ്രാണേന്ദ്രിയ മനോബുദ്ധികൾക്കും സ്വസ്വബലത്തിനാലാരെ കൂടാതെ ഉണർത്താനായി സാധിക്കില്ല. ആ ഒരു സുപ്തനെ. അപ്പോൾ ആരാണോ പ്രാണങ്ങളായാലും ഇന്ദ്രിയങ്ങളായാലും മനസ്സ്, ബുദ്ധി ഇതെല്ലായാലും സ്വന്തം ബലം കൊണ്ട് ഉണരാൻ പറ്റാതെ ആരുടെ ബലത്തിലാണോ ഉണരുന്നത് ആ ഉണരേണ്ടതായിട്ടുള്ള ബലത്തെ, ചൈതന്യത്തെ ജ്ഞാനഭക്തി വൈരാഗ്യങ്ങളോടും ശുഭേ യോഗപ്രവൃത്തിയം ധീയാൽ വിവേചിച്ചറിയണം. ധ്യാനയോഗത്തിലൂടെ, യോഗമാർഗത്തിലൂടെ, ഇതര ജ്ഞാനഭക്തി വൈരാഗ്യ സമ്പാദനത്തിലൂടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭക്തി യോഗത്തിലൂടെ, അതിലൂടെ നമുക്ക് കിട്ടുന്ന ജ്ഞാനവൈരാഗ്യങ്ങളിലൂടെ എല്ലാ തരത്തിലും ജീവിതത്തെ മെരുക്കിക്കൊണ്ട് ഒരു പ്രത്യേക സാധന സമ്പ്രദായം ഇല്ലാതെ നിവൃത്തിയില്ല എന്ന് ഒന്നുകൂടി നിങ്ങൾ അരക്കിട്ടുറപ്പിക്കുക. നിങ്ങളുടെ ശരീരം തമാശയ്ക്ക് കിട്ടിയിരിക്കുന്നൊരു ശരീരമാണെന്ന് കരുതിയാൽ ജീവിതം വ്യർത്ഥമാണ്. ഈ ശരീരത്തെ കിട്ടിയത് തുലോം വളരെ അർത്ഥവത്തായിട്ടുള്ള ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. അതെന്താ? ഈ ചൈതന്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഈ പറയുന്ന പ്രാണ, ഇന്ദ്രിയ, മനസ്സ് ഇത്യാദി കാര്യങ്ങളെയെല്ലാം തന്നെ ഉണർത്താനുള്ള ചൈതന്യം, ആ ചൈതന്യത്തെ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാലും വാസുദേവൻ എന്ന് പറഞ്ഞാലും ചിത്തത്തിൻ്റെ ആധിപത്യമുള്ള അദ്ദേഹത്തെ വാസ്തവത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ വാസ്തവത്തിൽ നമ്മൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജ്ഞാനവൈരാഗ്യങ്ങൾ ഭക്തിയോടൊപ്പം ഉണ്ടായേ മതിയാവൂ. ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചിത്തം എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കുന്ന ഒരു സങ്കേതമാണ് അന്ധകരണത്തിൽ. ചിത്തമാം വലിയ വൈരി കീഴമർന്ന് അത്തൽ തീർന്ന യതി തന്നെ ഭാഗ്യവാൻ, യമി തന്നെ ഭാഗ്യവാൻ എന്ന് ആശാൻ പാടി. ചിത്തമാം വലിയ വൈരി. അപ്പോൾ ഈ ചിത്തത്തെ ഒരു പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അത് ശത്രുവാണ്. മനസ്സിൻ്റെ തന്നെ രൂപാന്തരം പ്രാപിച്ചാണുള്ളൂ ചിത്തം. പലപ്പോഴും പലരും സമമിട്ട് എഴുതും ചിത്തം സമം ഈ മനസ്സ്, അല്ലെങ്കിൽ ഈ ചിത്തം സമം മനസ്സെന്ന് പറയുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ചഞ്ചലാത്മകമായിട്ടുള്ള മനസ്സ്. അത് വാസ്തവത്തിൽ മനനാകാരമാകുമ്പോൾ മാത്രമേ ചിത്തമാകുന്നുള്ളൂ, ദൃഢമാകുമ്പോൾ ബുദ്ധിയാകുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് മനസ്സിനെ ബാധിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട സംഗതികളെ എല്ലാം തന്നെ ദൂരീകരിച്ചുകൊണ്ട് മനനാകാരമായിട്ടുള്ള ചിത്തത്തിലേക്ക് കടന്നുകൊണ്ട് ചിത്തവൃത്തികളെ നിരോധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന തഥാദൃഷ്ടസ്വരൂപേ അവസ്ഥാനമെന്ന് പറയുന്ന വാസുദേവൻ്റെ സംപ്രാപ്തി. യോഗമാർഗത്തിൽ അതാണല്ലോ ലക്ഷ്യം. തഥാദൃഷ്ടസ്വരൂപേ അവസ്ഥാനം. ഏത് സ്വരൂപത്തിലാണോ നമ്മൾ അവസ്ഥിതനാകുന്ന, ഏത് സ്വരൂപമാണോ ആത്മഭാവമാണോ നമുക്കുള്ളത്, ഏത് വാസുദേവ തത്വമാണോ നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്, അവിടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാസ്തവത്തിൽ ദൃഢമായിട്ടുള്ള ഒരു മാർഗത്തെ അവലംബിക്കണമെന്നാണ്
കപിലവാസുദേവൻ അമ്മയോട് പറയുന്നത് ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും ഒരേപോലെ നൃത്തം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ നയിക്കണം. ശരീരം കൊണ്ട് വേണ്ടേ? ഈ ശരീരത്തിലുള്ള അവയവങ്ങളെ കൊണ്ട് വേണ്ടേ? അവിടെ കണ്ണിനെ പറ്റിയും നാക്കിനെ പറ്റിയും മൂക്കിനെ പറ്റിയും ത്വക്കിനെ പറ്റിയും ഒക്കെ പറഞ്ഞത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ് വിശാലമായിരിക്കുന്ന പ്രപഞ്ചത്തിലെ ആ വിരാട് ഭാവത്തിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന ഈ പറയുന്ന എല്ലാ തരത്തിലും ഭൂതങ്ങളോട് ബന്ധപ്പെട്ട് പഞ്ചതന്മാത്രകളോടും സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ശരീര അവയവങ്ങളെയെല്ലാം തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നല്ലേ നിർദ്ദേശം. കണ്ണുകൊണ്ട് കാണേണ്ടത് മാത്രം കണ്ടുകൊണ്ട്, ചെവി കൊണ്ട് കേൾക്കേണ്ട നല്ല കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട്, മൂക്ക് കൊണ്ട് നല്ല സുഗന്ധം മാത്രം നുകർന്നുകൊണ്ട് അല്ലെങ്കിൽ ശ്വസിച്ചുകൊണ്ട്, നാക്കുകൊണ്ട് സ്വാദിഷ്ടമായ നല്ല കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ രസിച്ചുകൊണ്ട് അല്ലെങ്കിൽ രുചിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കണമെന്ന് പറയുമ്പോൾ അവിടെ നിയന്ത്രണത്തിന് വിധേയമായ അന്ധകരണത്തെ കാണാം. ഈ അന്ധകരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ 27 തത്വങ്ങളിൽ ഒടുവിലേക്ക് വരുമ്പോൾ മനസ്സ്, ബുദ്ധിയത്വം, അഹങ്കാരം എന്ന് പറയുന്ന 4 കൂട്ടം കാര്യങ്ങളാണ്. 25ാമത്തെ ശരീരവുമാണ്. അപ്പോൾ 25ാമത്തെ ശരീരത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഞ്ചവിംശതി തത്വത്തിലെ പ്രപഞ്ചവും പഞ്ചവിംശതി തത്വവും ശരീരവും അതെ ആ ശരീരവും പ്രപഞ്ചവും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ പഞ്ചവിംശതി തത്വത്തിലേക്ക് അതിനെ ഗ്രഹിക്കാൻ, ചൈതന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റിമറിക്കുമ്പോഴാണ് ജ്ഞാനവൈരാഗ്യങ്ങളുടെ പ്രസക്തി. ഭക്തിയോടൊപ്പം ഇതെല്ലാം തന്നെ ഊട്ടി ഉറപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഓരോരോ അധ്യായങ്ങളിലൂടെ ഈ കപിലവാസുദേവൻ കടക്കുന്നത്. ഇപ്പോൾ വായിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ദൃഢമാക്കണമെങ്കിൽ കുറച്ചുകൂടി പാടുപെടണം. കാരണം ഇതെല്ലാം തന്നെ വെറുതെ ചർവിതേർവണം പോലെ ഇങ്ങനെ ഈ വാക്കുകളെ കൊണ്ട് കസരത്ത് നടത്തുന്ന ഒരു അധരവ്യായാമം ആയാൽ പോരാ. ഇതെല്ലാം തന്നെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സാധന എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ശരീരത്തെ മാറ്റിമറിക്കുമ്പോൾ മാത്രമേ ഇതെല്ലാം ലഭ്യമാകൂ എന്നുള്ളത് പറഞ്ഞുറപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നമ്മളിവിടെ നിർത്തുന്നു. തീരുന്നില്ല. ഈ കപിലൻ്റേതായിട്ടുള്ള ഗീതയിലൂടെ നമ്മൾ അനവരതം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് കടന്നാൽ മാത്രമേ ജീവിതോദ്ദേശം മനസ്സിലാവുകയുള്ളൂ. ജ്ഞാനസമ്പാദനം വൈരാഗ്യത്തോടുകൂടി ഭക്തിയിലൂടെ കൈകാര്യം ചെയ്ത് കിട്ടേണ്ടത് ഇവയെല്ലാം തന്നെ ദൃഢമാകുകയുള്ളൂ. ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് സമർപ്പിക്കാം ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.